എന്താ എത്ര ചിരിക്കാൻ? അല്ല, രാജുവിന്റെ മസിൽ പിടുത്തം കണ്ട് ചിരിച്ചു പോയതാ. പൂജ സമയത്തെങ്കിലും ഒന്ന് സന്തോഷത്തോടെ നിൽക്ക് രാജു. ദൈവത്തിന്റെ മുമ്പിലായി പോയി. ഇല്ലെങ്കി ഇപ്പൊ എന്റെ വായിന്ന് നല്ലത് കേട്ടനെ. ഇതൊക്കെ കാണുമ്പോഴാ പെരുവിരളി നിരച്ച് കേറുന്നത്. ഓരെങ്കി പുതിയൊരു അവതാരോ. അവരുടെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ? എന്താ ഇത്ര സന്തോഷിക്കാൻ? ഋതികേ രാജു അവരുടെ മോളും മരുമോനും ആണോ? ഇനി എന്റെ അന്വേഷണം നിങ്ങളെ പറ്റിയായിരിക്കും. നോക്കിക്കോ. നിങ്ങൾ ആരാ എന്താന്നൊക്കെ ഈ രമ്യ കണ്ടുപിടിച്ചോളാം. രാജു അതും കൂടി എടുത്ത് അങ്ങോട്ട് വെക്കാൻ. മതി നിന്ന് ഡയലോഗ് അടിച്ച് കുറെ നേരെ പറയുന്ന കേക്ക്. ആ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ ഋതിക മാഡം? കഴിഞ്ഞു അങ്കിൾ. അപ്പൊ എല്ലാം ആയല്ലോ. ഇനി നമുക്ക് വിളക്കെത്തിക്കാം. ഇനി ഐശ്വര്യമായിട്ട് മീരാ മാഡം തന്നെ വിളക്കെത്തിക്കും. അയ്യോ, ഞാനോ? ഇനി ഇവര് വിളക്ക് കത്തിക്കാത്തൊരു കുറവും കൂടിയേ ഉള്ളൂ. എന്നേക്കാളും യോഗ്യതയുള്ള വേറൊരാൾ ഇവിടെ നിൽക്കുമല്ലേ? ഇനി എന്നെയാണോ അവരുദ്ദേശിച്ചത്? ഏയ്, അതിന് വഴിയില്ല. ഋതിക മോളെയാണോ മാഡം ഉദ്ദേശിച്ചത്? അതെ, ഈ വീട്ടിലെ വിളക്ക് കത്തിക്കാൻ എന്നേക്കാളും യോഗ്യത ഋതിക മോൾക്ക. ഓ, അവളുടെ ഒരു യോഗ്യത. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. ഋതിക മോളും മാഡവും ചേർന്ന് ഒരുമിച്ച് കത്തിക്കണം. അതാ അതിന്റെ ഒരു ശരി. അതെ, നിങ്ങള് രണ്ടുപേരും ചേർന്ന് കത്തിക്കേ. നല്ല ഐശ്വര്യായിരിക്കും. ഋതിക മോളെ, വിളക്ക് കത്തിക്കുമ്പോ മനസ്സിലെ അച്ഛനെയും അമ്മയെയും ഓർത്ത് വേണം കത്തിക്കാൻ.